ചെയ്യുന്നത് എന്ത് തന്നെയായാലും കുട്ടികളുടെ രക്ഷ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. വിഷ്ണുട്ടാ, എന്റെ മക്കള് വിഷ്ണുട്ടാ. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് പോലെ അല്ല ഇറങ്ങി ചെല്ലുമ്പോൾ സംഭവിക്കുക. ഈ കാണുന്ന വലിപ്പം താഴേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവണമെന്നില്ല. കൃത്യമായ ഒരുക്കങ്ങൾ ഉണ്ടാക്കിയാലേ കുട്ടികളെ അപകടം കൂടാതെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതിന് ഈ കൊക്കയിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരാളെ കണ്ടെത്തിയേ തീരും. ഞാനിറങ്ങാം. ഇനിയിപ്പോ എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാനത് തരണം ചെയ്തോളാം. നിങ്ങൾ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ലത്. ഈ പാറക്കെട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി അറിയാൻ പറ്റുന്നവർക്ക് ഇതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. പിടിച്ചിറങ്ങുന്ന കല്ലുകളുടെ ബലം, ചവിട്ടി നിൽക്കുന്ന മൺതട്ടയുടെ ഉറപ്പ്, അതെല്ലാം കൃത്യമായി അളന്നുകുറിച്ചറിയുന്നവനെ ഇതിൽ വിജയിക്കാൻ പറ്റൂ. എനിക്കതിന് കഴിയും. കാരണം എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗമില്ല. കാരണം ഞങ്ങളുടെ ജീവിതം അവിടെ കിടക്കുന്നേ. ഞങ്ങളുടെ ജീവിതം. മക്കളെ, സത്യ, പപ്പി, അച്ഛാ. എന്തായാലും കുട്ടികൾ അവിടെ സുരക്ഷിതരാണെന്ന് മനസ്സിലായില്ലേ? ധൈര്യമായിരിക്കെ, അവർക്ക് ഒരാപത്തും വരില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവർ ഈശ്വരന്റെ കടാക്ഷമുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ജീവന്റെ തുടുപ്പ് ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്നത്. ആ രംഭ, നമുക്കൊരു വടം ഒപ്പിക്കണം. കൊക്കയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന തരത്തിൽ ഒരു വടം. വാ മക്കളെ, അവിടെ തന്നെ ഇരിക്കണേ. അച്ഛനും അമിത ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പേടിക്കണ്ട മക്കളെ. മക്കള് പേടിക്കണ്ട. തന്നെ വരാട്ടോ. ഞങ്ങൾക്ക് പേടിയാവുന്ന വേഗം വാ. പേടിക്കണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. വിഷ്ണു അച്ഛാ, ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്. വെള്ളം വേണം. മക്കളെ വെള്ളം കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടുവരേ. ഇപ്പൊ കൊണ്ടുവരായിരിക്കും പപ്പി. വിഷ്ണുട്ടാ, ഇന്നലെ രാത്രി മുതൽ ഈ ഇരിപ്പിരിക്കുന്നതല്ലേ നമ്മുടെ കുട്ടികള്. ജലപാനം ഇറക്കിയിട്ടുണ്ടോ? തളർന്ന് വീണ് കാണും പാവങ്ങള്. വിഷ്ണുട്ടാ, ഇതവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? അതൊക്കെ അവർ കഴിച്ചോളും. നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ശാലിനി. നമുക്ക് ഇത് കൊടുക്കാം. തൽക്കാലം ഒരു വിശപ്പടക്കട്ടെ. വിഷ്ണുട്ടാ, ഇത് എങ്ങനെയെങ്കിലും ഒന്നിട്ട് കൊടുക്ക്. മക്കളെ, സത്യ, പപ്പി, വിശക്കുന്നില്ലേ? ഈ പഴം ഇട്ടു തരാം. അതെ, രണ്ടുപേരും കൂടി കഴിക്കണേ. ബ്രെഡും ഉണ്ട്. ബ്രെഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കഴിക്ക്. നിങ്ങളെ രക്ഷിക്കാനേ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുക. ഇപ്പൊ വരും പപ്പി. മക്കളെ, ഇപ്പൊ പഴവും ബ്രെഡും എടുത്തു വിടാം കേട്ടോ. കഴിച്ചേക്കളെ. നീയും കുടിക്ക്. വിഷ്ണുടാ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈശ്വരനുണ്ട്. അതിന്റെ തെളിവ്
എന്റെ കുഞ്ഞുങ്ങള് ജീവനോടെ ഉള്ളത്. പപ്പി നിനക്ക് വെള്ളം മതിയോ? മതി. എന്നീ പഴം കഴിക്കേ. ഭക്ഷണം വെള്ളം എടുക്കാവുന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നെങ്കിൽ അവർ സേഫാ. പക്ഷെ അത് അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു അപകടം പിടിച്ചേരിപ്പാ. അതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളെ രക്ഷിച്ചേ പറ്റൂ. അതിനു മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നമുക്ക് കണ്ടെത്തണം. കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ കൃത്യമായിട്ട് കുട്ടിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റൂന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നും വരില്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മക്കളെ കിട്ടിയോ? 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 മക്കളെ കിട്ടിയോ? കുട്ടികളെ നമ്മൾ ഇവിടുത്തെ ഭക്ഷണം എടുത്തു തോന്നുന്നേ. അപ്പൊ ഒരു സേഫാ അല്ലേ? നമ്മുടെ കുട്ടികൾ സേഫാ.